സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഈ മാസം 18-ന് യുഎസിലെത്തും. അബ്രഹാം അക്കോർഡിങ്ങിലൂടെ ഇസ്രായേലുമായി സൗദിയെ അടുപ്പിക്കാനുള്ള യുഎസ് പ്രസിഡന്റിന്റെ ശ്രമത്തിനിടെയാണ് സന്ദർശനം. ഫലസ്തീൻ രാഷ്ട്രം പിറക്കണമെന്ന ഉപാധിയിൽ സൗദി വാശി പിടിക്കുമെന്ന് കരുതുന്നില്ലെന്നും ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സൗദി അറേബ്യയ്ക്ക് യുഎസ് പ്രഖ്യാപിച്ച $142 ബില്യൺ പ്രതിരോധ കരാറിന്റെ പുരോഗതിയും ചർച്ചയാകും. ഈ മാസം 18-ന് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ വൈറ്റ് ഹൌസിലെത്തുമെന്ന് യുഎസ് തന്നെയാണ് സ്ഥിരീകരിച്ചത്. 2020-ൽ അബ്രഹാം അക്കോർഡിലൂടെ UAE, ബഹ്റൈൻ, സുഡാൻ, മൊറോക്കോ എന്നിവർ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇതിലേക്ക് സൗദിയെ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ട്രംപ്. ഫലസ്തീൻ രാഷ്ട്രം പിറക്കാതെ അതിലേക്കുള്ള വഴി തെളിയാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം ഉണ്ടാകില്ലെന്നതാണ് സൗദിയുടെ പ്രഖ്യാപിത നിലപാട്. എന്നാൽ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കാൻ ഈ ഉപാധികളിൽ സൗദി വാശി പിടിക്കുമെന്ന് കരുതുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം US മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു. അബ്രഹാം അക്കോർഡിലേക്ക് സൗദി എത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായും അദ്ദേഹം ആവർത്തിച്ചു. ഗസ വംശഹത്യയോടെയാണ് ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കാൻ US മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ പൊളിഞ്ഞത്. ഇതിനാൽ കിരീടാവകാശിയുടെ US സന്ദർശനം ഈ വിഷയത്തിൽ നിർണായകമായിരിക്കും. ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചാൽ സൗദിക്ക് കൂടുതൽ സൈനിക സുരക്ഷാ പിന്തുണയാണ് US ഓഫർ ചെയ്യുന്നത്. എന്നാൽ ഇതിൽ സൗദി നിലപാട് നിർണായകമാണ്. ട്രംപിന്റെ റിയാദ് സന്ദർശനത്തിനിടെ US സൗദി പ്രതിരോധ സഹകരണ കരാർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഒപ്പിട്ടിരുന്നില്ല. അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ ഇതിനുള്ള സാധ്യതയും സന്ദർശനത്തിലുണ്ട്. $142 ബില്യൺ കരാറുകൾ റിയാദ് സന്ദർശനത്തിൽ US സൗദിക്ക് ഓഫർ ചെയ്തതാണ്. ഗസ പുനർനിർമ്മാണം, ഭാവി ഭരണം, പശ്ചിമേഷ്യയിലെ വിവിധ വിഷയങ്ങൾ എന്നിവയും സന്ദർശനത്തിൽ ചർച്ചയാകും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.